നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാം, മറ്റുള്ളവർ സംസാരിക്കുന്നത് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് തിരിച്ചു പറയാനായിട്ട് അറിയത്തില്ല. അതല്ലേ നിങ്ങൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം. ഇനി നിങ്ങൾ ആ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. കാരണം എല്ലാവർക്കും ഇനി ഈസിയായി ഇംഗ്ലീഷ് പഠിക്കും. അതെങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളിപ്പോ വായിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളിപ്പോ എഴുതിയത് കൊണ്ടോ ഒന്നും നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കത്തില്ല. നിങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പം ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയാവുന്ന ആരെങ്കിലും, നിങ്ങളുടെ കസിനോ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ ആരെങ്കിലും ആയിക്കോട്ടെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കിയേ, നിങ്ങൾ ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പഠിക്കും. അപ്പം ഈ ചെറിയൊരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ചെയ്യും തോറുമാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നല്ലപോലെ തറവാനും നല്ലപോലെ സംസാരിക്കാനും പറ്റും. സംസാരിച്ച് നമ്മുടെ പഴയ എല്ലാ മിസ്റ്റേക്കുകളും നമ്മൾ ശരിയാക്കിയിട്ട് ശരിയാക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ഇന്നോട്ട് ശ്രമിക്കുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളും നല്ലതുപോലെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ചെറിയ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് വീഡിയോസ് ഇടാൻ തോന്നുന്ന പ്രചോദനം വരുന്നത്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം ഗൈസ്. ഓക്കെ, ടേക്ക് കെയർ, ബൈ.